Hello all. In this lecture, we will discuss something called nuclear binding energy and what information we get from nuclear binding energy. ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞ ടേമും അത് എങ്ങനെയാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് റിലേറ്റഡ് എന്നും ഒന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. Suppose you consider an atom. What is an atom comprised of? An atom is comprised of a nucleus plus z number of electrons revolving around the nucleus. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിൽ ബി ദി മാസ് ഓഫ് ന്യൂക്ലിയസ് പ്ലസ് മാസ് ഓഫ് z ഇലക്ട്രോൺസ്. ഇതായിരിക്കും ആറ്റത്തിൻ്റെ മാസ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. But we see that the mass of the atom which is observed via experiments is less than this calculated mass. Okay. The mass of the atom calculated is higher than the mass that is actually observed for atoms. This missing mass is called mass defect. And the energy corresponding to mass defect is called binding energy because ആ മാസ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ വി നോ ദാറ്റ് അങ്ങനെ പെട്ടെന്ന് ഒരു മാസിന് വെറുതെ അങ്ങനെ അപ്രത്യക്ഷമാവാനൊന്നും പറ്റില്ല. അതുപോലെ പെട്ടെന്ന് ഒരു മാസിന് എം ടി സ്പേസിൽ നിന്ന് ക്രിയേറ്റ് ആവാനും പറ്റില്ല. ഓൺലി കൺവേർഷൻ ക്യാൻ ഹാപ്പൻ. ദിസ് മാസ് ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു എനർജി ആൻഡ് വാട്ട് ഇസ് ദാറ്റ് എനർജി യൂസ്ഡ് ഫോർ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് all the z electrons around the nucleus and maintaining all these constituents as a single entity called atom. Okay, so if that is so, we can write the expression for binding energy as mn c square plus zme c square. ഇതാണ് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി മൈനസ് the energy corresponding to the observed mass of the atom. Ma is the observed mass of the atom. Mn mass of the nucleus. Mn c square mass energy corresponding to nucleus. Zme c square mass energy corresponding to the z electrons. Me is the electron mass. അപ്പോൾ ബൈൻഡിങ് എനർജിക്ക് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിയെ പറ്റി അറിയേണ്ടത് കൊണ്ടും ഐ എം ജസ്റ്റ് റീറൈറ്റിംഗ് ദിസ് എക്സ്പ്രഷൻ ടു ഒബ്റ്റെയിൻ ദി റെസ്റ്റ് മാസ് എനർജി ഓഫ് ദി ന്യൂക്ലിയസ് വിച്ച് ഇസ് mn c square. And I am writing mn c square in terms of all the other terms. That is what I have written here in equation 3.23. ഇനി നമ്മുടെ ഇലക്ട്രോണിക് ബൈൻഡിങ് എനർജീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡർ ഇസ് സംവെയർ അറൗണ്ട് 10 to 100 കിലോ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, പക്ഷേ നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിൽ നമ്മൾ സംസാരിക്കുന്ന എനർജീസ് എന്നൊക്കെ പറയുന്നത് MEVയുടെ ഓർഡറിലുള്ള മാസ് എനർജീസ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ അപേക്ഷിച്ച് ഈ എനർജി ടേം വളരെ ചെറുതാണ്. സോ വി ക്യാൻ ആക്ച്വലി നെഗ്ലെക്റ്റ് ദിസ് ബൈൻഡിങ് എനർജി ടേം ഫ്രം ദിസ് എക്സ്പ്രഷൻ വിച്ച് ഗിവ്സ് മീ ആൻ എക്സ്പ്രഷൻ ഫോർ mn c square ആസ് ma c square മൈനസ് zme c square. ഓക്കെ, അതിൻ്റെ റീസൺ ഇതാണ്. ബാക്കിയുള്ള ടേമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ MEV ഓർഡറിലുള്ള ടേമാണ്. അതിൻ്റെ കൂടെ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഓർഡറിലുള്ള ടേം നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നെഗ്ലെക്റ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഇപ്പം ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി ഇതേ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി നമുക്ക് എന്തായിരിക്കും? ഇതുപോലെ ന്യൂക്ലിയസ് ഇസ് കംപ്രൈസ്ഡ് ഓഫ് z protons and n neutrons. So we expect the mass of the nucleus to be mass of these z protons plus mass of
n neutrons. But what we see is there is a difference between the calculated mass and observed mass for a nucleus also. And there is an energy corresponding to this mass defect, which is also called binding energy, but it is nuclear binding energy. And this energy is spent to hold all these protons and neutrons together within the nucleus and holding all these constituents as a single entity called the nucleus. ഓക്കെ, അപ്പോൾ ബൈൻഡിങ് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ZmP(c²) പ്ലസ് Mn സ്മോൾ n, ന്യൂട്രോണിൻ്റെ മാസ്സാണ് സ്മോൾ m വിത്ത് സബ്സ്ക്രിപ്റ്റ് സ്മോൾ n. അപ്പോൾ ഇത്രയുമാണ് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ മാസ്. ഇതാണ് കാൽക്കുലേറ്റഡ് മാസ്. കാൽക്കുലേറ്റഡ് മാസിൽ നിന്ന് ഒബ്സർവ്ഡ് മാസ് എനർജി നമ്മൾ മൈനസ് ചെയ്യണം. ഒബ്സർവ്ഡ് മാസ് എനർജിയാണ് Mn(c²). ആ Mn(c²) ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ Mn(c²)ൽ നമ്മൾ ഈ ടേം നിഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് Ma(c²) മൈനസ് Zme(c²) എന്നെഴുതാൻ പറ്റുമല്ലോ. അതല്ല, ആ Mn(c²)ന് പകരം ഇവിടെ നിന്നുള്ള ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയതാണ് ഈ കാണുന്നത്. സോ വി ഹാവ് എൻ എക്സ്പ്രഷൻ ഫോർ ബൈൻഡിങ് എനർജി ലൈക്ക് ദിസ്. ഇനി ഇവിടെ ഒരു ചെറിയ റീഓറിയൻറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ Z പ്രോട്ടോൺസ് ഉണ്ട്, Z ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണിനെയും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഐ ആം ക്ലബിങ് ദോസ് electron masses and proton masses together and writing it in terms of mass of hydrogen atom. Okay, so my expression for nuclear binding energy would be Zm(1h) plus Nmn. ആ ടേം അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ ആറ്റത്തിൻ്റെ ഒബ്സർവ്ഡ് മാസ് എനർജി. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ രണ്ട് എനർജീസും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ന്യൂട്രോൺ സെപ്പറേഷൻ എനർജി. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഒരു ന്യൂട്രോണിനെ റിമൂവ് ചെയ്ത് എടുക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് ശരിക്ക് ഒരു റിയൽ കേസിൽ ഒരു ന്യൂക്ലിയസിനെ നമുക്ക് അറിയാം, ദി എനർജീസ് ഇൻവോൾവ് വിത്ത് ദി ന്യൂക്ലിയസ് ആർ ഇൻ ദി ഓർഡർ ഓഫ് മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരു ന്യൂട്രോണിനെ പുറത്തെടുക്കുക എന്നൊക്കെ പറയുന്നത് വി ഷുഡ് സപ്ലൈ ട്രെമൻഡസ് എമൗണ്ട് ഓഫ് എനർജി. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, suppose you find out the difference in binding energies between these two atoms. ഈ രണ്ട് ആറ്റംസിൻ്റെ കേസ് എടുക്കുക. ഈ രണ്ട് ആറ്റംസിൻ്റെ ന്യൂക്ലിയയുടെ കേസ് എടുക്കുക. കൺസിഡർ എ കേസ് വേർ യു ഹാവ് n ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ A. ന്യൂട്രോൺ നമ്പർ 1 കുറയുമ്പോൾ മാസ് നമ്പറും 1 കുറയും. അങ്ങനെയുള്ള ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജിയും കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാമല്ലോ തൊട്ട് മുമ്പത്തെ എക്സ്പ്രഷനിൽ വെച്ചിട്ട്. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ബൈൻഡിങ് എനർജീസ് വെൻ യു ഹാവ് n ന്യൂട്രോൺസ് ആൻഡ് വെൻ യു ഹാവ് n-1 ന്യൂട്രോൺസ്. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ബൈൻഡിങ് എനർജീസ് ഫ്രം ദിസ് എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടുന്ന ബൈൻഡിങ് എനർജീസിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇഫ് യു ടേക്ക് ദി ഡിഫറൻസ് ഇൻ ബൈൻഡിങ് എനർജീസ്, യു വിൽ ഗെറ്റ് വാട്ട്? യു വിൽ ഗെറ്റ് ദി ന്യൂട്രോൺ the energy that is required to remove one neutron from a nucleus. അപ്പോൾ എത്ര എനർജി സപ്ലൈ ചെയ്താൽ ഒരു ന്യൂട്രോണിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും എന്ന് മനസ്സിലാവാൻ രണ്ട് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജീസ് തമ്മിൽ ഡിഫറൻസ് എടുത്താൽ മതി. എന്ത് രണ്ട് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജീസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്? n ന്യൂട്രോൺസ് ഉള്ള A മാസ് നമ്പർ ഉള്ള ഒരു ന്യൂക്ലിയസ് എടുക്കുക. അതേപോലെ
അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞ ന്യൂട്രോൺ നമ്പർ n-1 ന്യൂട്രോൺ നമ്പറും അപ്പോൾ ന്യൂട്രോൺ നമ്പർ ഒന്ന് കുറയുമ്പോൾ മാസ് നമ്പറും ഒന്ന് കുറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജിയും നേരത്തെ കണ്ടുപിടിച്ച എക്സ്പ്രഷനിൽ 3.25 എന്നുള്ള എക്സ്പ്രഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും അല്ലേ? ആ കിട്ടുന്ന എനർജി എത്രയാണോ അത്രയാണ് വേണ്ടി വരിക ഒരു ന്യൂട്രോണിനെ ഒരു ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ. ഇതുപോലെ തന്നെ നമുക്ക് പ്രോട്ടോൺ സെപ്പറേഷൻ എനർജിയും ഡിഫൈൻ ചെയ്യാം. അവിടെ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത് സെറ്റ് പ്രോട്ടോൺസും മാസ് നമ്പറും ഉള്ള ഒരു ന്യൂക്ലിയസും അതിൻ്റെ ബൈൻഡിങ് എനർജിയും, അതേപോലെ Z-1 പ്രോട്ടോൺ A-1 മാസ് നമ്പറുള്ള ഒരു ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജീസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഒരു പ്രോട്ടോണിനെ പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര എനർജി സപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, വൈ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബോത്ത് ദീസ് എനർജീസ് എന്നുള്ളത് we will see later on when we study shell model of nucleus. In this table you can see some mass defects of various nuclei and the separation energies are also given. So you can see that energies of the order of MeV have to be given to pull out a neutron or a proton from a nucleus. Okay. ഇനി ഇതുപോലെ ബൈൻഡിങ് എനർജി, ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പഠിക്കുന്നത് കൊണ്ട് എന്ത് ഇൻഫർമേഷനാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ കുറേ ഇൻഫർമേഷൻ നമുക്ക് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിയിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻ, അതായത് MEV പെർ ന്യൂക്ലിയോൺ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഓൺ ദി വൈ ആക്സിസ്. ഇവ തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫിൻ്റെ നേച്ചർ, ജനറൽ നേച്ചർ ഇങ്ങനെയാണ് കാണുന്നത്. I'll just rub everything off and I'll just explain. ഗ്രാഫിൻ്റെ ഒരു ജനറൽ ട്രെൻഡ് ഇങ്ങനെയാണ്. ലൈറ്റ് ന്യൂക്ലിയയ്ക്ക് വളരെ കുറവാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അവിടെ നിന്ന് കൂടി അയണൊക്കെ ആവുമ്പോൾ മാക്സിമം ആവും. അതിനുശേഷം പിന്നീട് മാസ് നമ്പർ കൂടുമ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ചെറുതായിട്ട് കുറയുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഗ്രാഫിൽ ഭൂരിഭാഗമുള്ള എല്ലാ ന്യൂക്ലിയയുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും we see that the binding energy on an average is somewhat a constant, even though there is slight plus or minus. See, if you see in this graph, this is your 5, 6, 7, 8 MEV മാർക്ക് ഇവിടെയാണുള്ളത്. അപ്പോൾ 8 MEVയിൽ കൂടുതലുള്ളതുണ്ട്, കുറവുള്ളതുണ്ട്. കുറേ ന്യൂക്ലിയൈ ഇൻ ആൻഡ് അറൗണ്ട് 8 MEV ആ ഭാഗത്താണ് കിടക്കുന്നത്. സോ ഓൺ ആൻ ആവറേജ് ഇഫ് യു കൺസിഡർ ഫോർ മെനി ന്യൂക്ലിയൈ ദി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ falls in approximately in the 8 MeV region. 8 MeV per nucleon. ഇത്രയാണ് ബൈൻഡിങ് എനർജിയുടെ ഏകദേശം ഒരു ആവറേജ് വാല്യൂ, ആവറേജ് ഫോർ മെനി ന്യൂക്ലിയൈ. For extremely light nuclei like hydrogen, lithium, etc., it is small. But apart from that, ഭൂരിഭാഗം ന്യൂക്ലിയൈ കിടക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്. ഇനി ബൈൻഡിങ് എനർജി ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ളത് അയണിനാണ്, വിച്ച് ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയസ് അവൈലബിൾ. അപ്പോൾ ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കർവിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏറ്റവും സ്റ്റെബിലിറ്റി ഇവിടെയാണ്. ലൈറ്റ് വെയ്റ്റ് ന്യൂക്ലിയൈ പൊതുവെ they have to increase their binding energy per nucleon in order to attain stability. Similarly, these nuclei, they also have to increase their binding energy per nucleon to be stable like iron. സാധാരണഗതിയിൽ ഇവിടെ ഈ ലൈറ്റ് വെയ്റ്റ് ന്യൂക്ലിയയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പർ വളരെ കുറവാണ്. മാസ് നമ്പർ വളരെ കുറവുള്ള ന്യൂക്ലിയയ്ക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ റേഞ്ചിലുള്ള ന്യൂക്ലിയൈ സാധാരണ ഫ്യൂഷൻ പ്രോസസ്സ് അണ്ടർഗോ ചെയ്ത്
മാസ് നമ്പർ കുറച്ച് 2 ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്യുമ്പോൾ ഹീലിയം ആവും. പിന്നെ വീണ്ടും ഫ്യൂഷൻ നടക്കുമ്പോൾ വേറെ എലിമെൻ്റ് ആവും. അങ്ങനെ ഫ്യൂഷൻ നടന്നിട്ട് മാസ് നമ്പർ കൂടി ദേ ട്രൈ ടു ക്ലൈംബ് അപ്പ് ദി ബൈൻഡിങ് എനർജി കർവ് ആൻഡ് അറ്റൈൻ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇവിടെയുള്ള ന്യൂക്ലിയയുടെ ഒരു പ്രശ്നം, ഈ ഒരു റേഞ്ചിലുള്ള ന്യൂക്ലിയയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാസ് നമ്പർ കൂടുതലുള്ള ന്യൂക്ലിയ ആണ്. അപ്പോൾ ഈ മാസ് നമ്പർ, അയണിൻ്റെ മാസ് നമ്പർ 56 ആണ്. 56-ന് ശേഷം കൂടുതൽ മാസ് നമ്പർ ആവും തോറും നമ്മുടെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ റേഞ്ചിലുള്ള ന്യൂക്ലിയ സാധാരണ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഫിഷൻ അണ്ടർഗോ ചെയ്ത് മാസ് നമ്പർ കുറയ്ക്കാൻ നോക്കും. മാസ് നമ്പർ കുറച്ച് ഈ ഒരു ഭാഗത്തേക്ക് എത്തി സ്റ്റേബിൾ ആവാൻ നോക്കും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ ആക്ച്വലി ഈ കർവിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. Now we want to know why this curve takes this particular shape. How is it that the shape of this curve is like this, and what are the contributing factors towards the general nature of this curve? Okay, that we will see in the next lecture.